അല്ലെങ്കിലും ഈ കേക്ക് ഓർഡേഴ്സും ഹാമ്പേഴ്സിൻ്റെ വർക്കും പിന്നെ കല്യാണ കാർഡിൻ്റെ വർക്കും പിന്നെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുകൊടുത്ത് കേക്കെല്ലാം ഡെലിവറി ചെയ്യുന്ന ദിവസം എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമായ അവസ്ഥയാണ്. എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ. പണികളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തീർക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ വർക്ക് സ്പേസിലോട്ട് കയറി. പക്ഷേ കാര്യമില്ല, ഇതൊന്നും ഇപ്പോഴൊന്നും തീരാൻ പോലുള്ള ഗൈസ്, രാത്രിയാവും എന്തായാലും തീരാൻ. ഇതിൽ ഞാൻ കാണിക്കുന്ന ചില കേക്കുകൾ ഞാൻ അന്നത്തെ ദിവസം രാവിലെ ഡെലിവറി ചെയ്ത കേക്കാണ്, ചിലത് പിറ്റേ ദിവസം മോർണിംഗ് ഡെലിവറി ചെയ്ത കേക്കുകളാണ്. അങ്ങനെ പിറ്റേ ദിവസം വരുന്ന ഓർഡേഴ്സ് എല്ലാം ഞാൻ രാത്രി ലേറ്റ് നൈറ്റാണ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് നമ്മുടെ വെഡിങ് കാർഡിൻ്റെ കസ്റ്റമർ തന്ന ഓർഡർ ആയിരുന്നു. അപ്പോൾ അവർ തന്ന ഒരു റെഫറൻസ് പോലെ തന്നെ നമ്മളിത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബോക്സിലോട്ട് വെച്ചപ്പോഴത്തേക്ക് കേക്കിൻ്റെ സൈഡ് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു ആ ബൊക്കെ തട്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നമ്മൾ ബാക്കി പരിപാടിയിലോട്ട് കടന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്തൊരു കേക്കാണ്. റെഡ് വെൽവെറ്റ് ആയിരുന്നു അവർ ചൂസ് ചെയ്തത്. അപ്പോൾ നല്ലതായിട്ട് ഫൈനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ റെഡ് വെൽവെറ്റിന് എത്ര കളറെന്ന് പറഞ്ഞാലും സ്ഥിരം അതേ തന്നെ ഓർഡർ ചെയ്യുന്ന കുറേ അധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് കേട്ടോ. ചിലപ്പം നമ്മളെ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കാം. എന്തായാലും എനിക്കും പൊതുവേ റെഡ് വെൽവെറ്റ് വളരെ ഇഷ്ടമാണ്. ഞാൻ പക്ഷെ അധികം കേക്ക് കഴിക്കാറില്ല. അങ്ങനെ ഈ ഒരു തീമിൽ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതൊരു ബൊക്കെ തീമായിരുന്നു, ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു ബട്ടർസ്കോച്ച് തീമിലുള്ള കേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതുതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ മിനി കുക്കീസാണ് കേട്ടോ ഇപ്പോൾ ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പിസ്ത കേക്ക് ഉണ്ടായിരുന്നു. കസ്റ്റമർ പിന്നെ അങ്ങനെ മോഡലൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് 3 ഹാമ്പർ വർക്കാണ് ഉണ്ടായിരുന്നത്. ഒന്നൊരു ആനിവേഴ്സറി ഹാമ്പർ, പിന്നെ ഒരു ലവ് ആനിവേഴ്സറി ഹാമ്പർ, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിട്ട് ഒരു തീം വർക്ക് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഹാമ്പർ വർക്കും വന്നു. അതും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മിനി ബൊക്കയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ.